നല്ല പഴുത്ത 2 പഴം ഉണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. ഇതിലും ഈസി ആയിട്ടൊരു പലഹാരം വേറെ ഉണ്ടാവില്ല. അത്രയും ഈസിയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ആ 2 പഴവും ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പഴുത്ത് കറുത്തിട്ടുള്ള പഴങ്ങളൊക്കെ കളയുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ബ്രെഡും പഴമൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് മക്കൾ വരുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ അടുക്കളയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ പറ്റും കേട്ടോ. ഞാനിതിപ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ട കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനായതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഓരോ സ്പൂണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ്. ഇത്ര പണിയുള്ളൂ കേട്ടോ. ഇത് ഓരോ സ്പൂൺ വെച്ചിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം മറക്കരുത്. മുട്ട, പഴം, ബ്രെഡ്, സവോള തുടങ്ങിയ വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ 6 സ്നാക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. സ്നാക്ക് കണ്ടു നോക്കാം. സവോളയിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് കഴുകി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള സ്നാക്കുകളാണ്. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള 6 പലഹാരങ്ങളാണ് കേട്ടോ. ഒരു സ്നാക്ക് മാത്രം ചിക്കൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ട്രൈ ചെയ്താൽ മതിയാവും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു മാവിൻ്റെ കറക്റ്റ് ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിലേക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഓരോ മുട്ടയും ഇതുപോലെ 6 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 6 പീസോ 4 പീസോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മുട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് ഓരോ പീസ് മുട്ട എടുത്തിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ട പുറത്തേക്കൊന്നും കാണാത്ത രീതിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. അധിക പേർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബാക്കിയുള്ളതും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വശം മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. 2 വശവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കുക കേട്ടോ. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കാണെങ്കിലും പെട്ടെന്ന് വരുന്ന വിരുന്നുകാർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ട് ഇത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി കണ്ടു നോക്കാം. വെറും 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്കൂൾ വിട്ടിരുന്ന മക്കൾക്ക് 4 മണി ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ഐറ്റമാണ്. കുറച്ച് ബ്രെഡും വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ചേരുവകളുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്ത ശേഷം ഒരു 4 ബ്രെഡ് ഇതുപോലെ ചെറിയ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടിയാത്ത രീതിയിൽ പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ബ്രെഡ് ഇതുപോലെ കുറച്ച് സമയം ഇളക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിൽ നിന്ന് കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി, ഒരു പച്ചമുളക് ചെറുതായി വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് വയന്ന് ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട കേട്ടോ. ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഈ ഒരു പൊടികളുടെ റോസ്മെല്ലൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കെച്ചപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് ഈ ഒരു സവോളയിലും ക്യാരറ്റിലൊക്കെ മിക്സ് ആവുന്ന
രീതിയിൽ കുറച്ച് സമയം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പെട്ടെന്ന് കൂടി പോകട്ടോ, അപ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ നല്ലപോലെ ഇളക്കിയെടുത്ത ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മസാലയെല്ലാം ഈ ഓരോ ബ്രെഡിലും മിക്സ് ആവുന്ന അത്രയും സമയം മിക്സ് ആക്കിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഇതില്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചീസൊക്കെ ഇഷ്ടമുള്ള മക്കളാണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഓരോ ബ്രെഡിലും ഇങ്ങനെ ചീസ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കാണിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് സവോള, പച്ചമുളക്, കറിവേപ്പില, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കിയെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വയന്ന് കിട്ടിയാൽ മാത്രം മതി. സവോള എന്ന് ഇതുപോലെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു പൊടികളുടെ പച്ചമണക്ക് മാറുമ്പോൾ ഇതിലേക്കൊരു തക്കാളിയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു മസാലപ്പൊടികളൊക്കെ എല്ലായിടത്തും മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇത് മാറ്റി വെക്കാം. ഞാനിവിടെ 2 മുട്ട പുഴുങ്ങി പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് അല്പം നെയ്യ് തടവി കൊടുത്തിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. 4 ബ്രെഡാണ് കേട്ടോ ഇവിടെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബ്രെഡിൻ്റെ 2 വശവും നല്ലപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ മൊരിയിച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു ഭാഗത്തും കൂടെ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡും ഇതുപോലെ മൊരിയിപ്പിച്ചെടുക്കുക കേട്ടോ. ഞാനിത് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ ഇട്ട് വരുന്ന സമയത്തും നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 വശം ഇതുപോലെ മൊരിയിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവോളയുടെ ഫില്ലിങ്ങും അതിന് മുകളിലായിട്ട് പുഴുങ്ങിയ ഒരു മുട്ടയുടെ കഷ്ണവും വെച്ചിട്ട് അതിന് മുകളിൽ വേറൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഗ്ലാസ് കൊണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്കൂളിലേക്ക് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് സൈഡ് വശമൊക്കെ കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. വീട്ടിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സൈഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിൽ സവോളയുടെ ഫില്ലിങ്ങും മുട്ടയും വെച്ച് കൊടുത്താൽ മതി. പഫ്സിൻ്റെയൊക്കെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ തയ്യാറാക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ പഴവും മുട്ടയും കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ട. ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പഴം ആയതുകൊണ്ടാണ് കേട്ടോ 2 എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ പഴമാണെങ്കിൽ 1 എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാട്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കൽ ഓപ്ഷനിലാണ് കേട്ടോ. നമ്മുടെ സ്നാക്ക് തയ്യാറാക്കി കഴിയുമ്പോൾ നല്ലൊരു കളറും കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയും പാലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഇതുപോലെ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഒന്നിന് മുകളിലേക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു 2-3 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ഫില്ലിങ് ഉണ്ടാകുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പഴം നന്നായിട്ട് പഴുത്ത് നല്ല വാട്ടിയെടുത്തോണ്ട് തന്നെ അതിൽ പറ്റി പിടിച്ചിരുന്നോളും. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അടുത്ത ബ്രെഡും കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം.
അപ്പോൾ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരല്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ചിക്കൻ വാങ്ങിക്കുന്ന ദിവസം ഒരല്പം ചിക്കൻ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു സവോളയും എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കടലപ്പൊടിയും മൈദപ്പൊടിയും സമമായിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ കടലപ്പൊടിയും 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയുള്ള സമയം മാത്രമാണ് കൂടുതലുള്ളത്. അതല്ലെങ്കിൽ ഇത് തയ്യാറാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊടി കുറവുണ്ടെങ്കിൽ മനസ്സിലാവും. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടിയോ അതല്ലെങ്കിൽ കടലപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് വേണ്ടത്. നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് നല്ല ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ കുറച്ചായിട്ട് എടുത്തിട്ട് കൊടുക്കുക. ഓരോ പീസ് ചിക്കനായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അതിൽ ആ ഒരു മസാലയും ഉള്ളിയൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് 2 വശവും ഒന്ന് നന്നായിട്ട് മുരിപ്പിച്ചെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ചിക്കൻ പക്കവടയുടെ അതേ ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്.